നമസ്കാരം, ഞാൻ ദിനേശ് സോബർണിയാണ്. എൻ്റെ ഒരു വലിയ അഡീനിയം ചെടിയാണ് കേട്ടോ. അത് ഇലയെല്ലാം മഞ്ഞ കളറായി. ഇതിന് റീസൺ ഞാൻ പറഞ്ഞു തരാം. എനിക്കിപ്പോൾ പാലക്കാടും കോട്ടയ്ക്കൽ മലപ്പുറത്തും ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നല്ല കളറ് എവിടെയാണ് വിരിയുന്നത് എടുത്ത് കൊണ്ടുവരുന്നുണ്ട്, പാലക്കാട്ടേക്ക് കൊണ്ടുവരും. അങ്ങനെ ഒരു 6 ദിവസം മുന്നേ ഞാൻ വന്നപ്പോൾ പറിച്ചെടുത്ത് മണ്ണെല്ലാം കുടഞ്ഞു കളഞ്ഞ് ബെയർ റൂട്ടായിട്ട് വേര് മാത്രമായിട്ടുള്ള ഈ ചെടി കൊണ്ടുവന്നു. പക്ഷേ ഞാൻ പറിച്ചു വെച്ചിട്ട് 3 ദിവസമായിരുന്നു. അവിടെ പറിച്ചു വെച്ചിട്ട് 3 ദിവസമായി. 3-ാമത്തെ ദിവസമാണ് ഇവിടേക്ക് കൊടുന്നത്. അപ്പോൾ ആ പറിച്ച ചെടി അന്ന് തന്നെ നട്ടിരുന്നെങ്കിൽ, പറിച്ചെടുത്തു ഒരു 3-4 മണിക്കൂറിൻ്റെ ഉള്ളിൽ നട്ടിരുന്നുവെങ്കിൽ ഈ ചെടിയുടെ ഒരിലയും മഞ്ഞ കളറാവില്ല. പറിച്ചെടുത്തു, അത് അതേപോലെ പുതിയൊരു ചട്ടിയിലേക്ക് വെച്ചു, വെള്ളമൊഴിച്ചു, വെയിലത്ത് വെച്ചു, ഫുൾ വെയിലത്ത് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ചെടിയുടെ ഇല അതേപോലെ തന്നെ. പക്ഷെ ഞാൻ പറിച്ചു വെച്ചിട്ട് 3 ദിവസമായി. 3-ാമത്തെ ദിവസമാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇത് റീപോർട്ട് ചെയ്ത് ഒരു ചട്ടിയിലേക്ക് മാറ്റി. ഇതിൻ്റെ കട അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെടിയാണ്. ഇതിലേക്ക് മാറ്റി വയ്ക്കുന്നത്. ഇതിൽ പിന്നെ റോക്ക് ഫോസ്ഫേറ്റും മണ്ണിര കമ്പോസ്റ്റും വെറും മണ്ണും മാത്രം ഉപയോഗിച്ചിട്ട് നട്ടു. അത് വരുമ്പോൾ പച്ചക്കളർ കുറച്ച് ഒരു ഷൈ ആയിട്ടുള്ള വാടിയ പോലത്തെ ഇലകളായിരുന്നു. അതിങ്ങനെ ഓരോ ദിവസം ഇലയൊക്കെ സ്റ്റഡിയായി. ഓരോ ദിവസം കഴിയുന്നതോറും അത് മഞ്ഞ കളറായി വന്നു. പിന്നെ അതിൻ്റെ മൊട്ട് നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ. ഞാൻ ഈ റീപോർട്ട് ചെയ്യുന്ന ആളുകളോട് ഈ ചെടി വെച്ചിട്ടുള്ള കാര്യം പറയാം. നിങ്ങളൊരു ചെടി പറിച്ചെടുത്ത് കഴിഞ്ഞാൽ, പറിച്ചെടുത്ത് 2, 3, 4, 5 എത്ര ദിവസം വരെ നിങ്ങൾക്ക് വെക്കാം. എന്നിട്ട് കുഴിച്ചിട്ടാലും മതി. അതിൻ്റെ മുന്നേ ഇല വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഇലഞ്ഞെട്ടി അവിടെ നിർത്തിയിട്ട് കട്ട് ചെയ്ത് കളയാം. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നടുന്നത് എങ്കിൽ, ഇപ്പോൾ ഒരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടാണ് നടുന്നതെങ്കിൽ ഇലഞ്ഞെട്ടി അവിടെ നിർത്തിയിട്ട് ഇലയൊക്കെ മുറിച്ച് കളയാം. അല്ല, നിങ്ങൾ അങ്ങനെ കളയാതെ ഇപ്പം ഇതേ കണ്ടീഷനിൽ ഞാൻ വെച്ച പോലെയാണ് ഇങ്ങനെ നട്ടത് എങ്കിൽ ഈ ഇലകൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഓരോന്ന് കൊഴിഞ്ഞു വീഴും. ഓരോന്നായിട്ട് നമുക്കിങ്ങനെ എടുക്കാം. കൊഴിഞ്ഞു വീഴുക തന്നെ, കൊഴിഞ്ഞു വീണാൽ മതി. പക്ഷേ മഞ്ഞക്കളർ 2 കാര്യമാണ്. ഇല ഇതും അധികം നിർത്തിയാൽ, ഇങ്ങനെ മഞ്ഞക്കളറായിട്ട് നിർത്തിയാൽ ഇതിന്ന് ജലാംശം നഷ്ടപ്പെടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ഇലകളൊക്കെ മെല്ലെ നമുക്ക് ഇപ്പോൾ ഈസി ആയിട്ട് പോരും. കാരണം മഞ്ഞക്കളറായില്ലേ. ഇത് ചെടിയുടെ കേടല്ല കേട്ടോ. ഇങ്ങനെയുള്ള അവസ്ഥ ഈ മഞ്ഞ കളറിലെ ഇലയൊക്കെ നമുക്ക് ഇതൊന്ന് റിമൂവ് ചെയ്യാം. എല്ലാ ഇലകളും എടുത്തിട്ട് നമുക്ക് കളയാം. ഇത് കേടുള്ള ഇലകളല്ല. ആ കുറച്ച് ദിവസം വെള്ളം കിട്ടാതെ ആയപ്പോൾ വന്നിട്ടുള്ള ചെടി നശിക്കാതിരിക്കാൻ ചെടി സ്വയം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ചെടിയിലുള്ള ഇലകളെല്ലാം കൊഴിച്ച് കളയുക. എന്നാൽ അതിലുള്ള തണ്ടിലുള്ള വെള്ളം അവിടെ നിൽക്കും. അതിന് വേണ്ടിയിട്ട് ചെയ്യണം. പക്ഷെ നമ്മൾ റീപോർട്ട് ചെയ്തിട്ട് ഫുൾ സൺലൈറ്റിൽ വെക്കണം. പല ആളുകളും ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ച് ചോദിച്ച ഇല കൊഴിയേണ്ടി ഞങ്ങൾ തണലിലേക്ക് 2 ദിവസമായി നീക്കി വെച്ചു. അങ്ങനെ തണലിലേക്ക് നീക്കി വെച്ചാൽ ഇല കൊഴിയലിൻ്റെ സമയം കൂടുക ചെയ്യുക. അതായത് മെല്ലെ ഇല കൊഴിയുള്ളൂ, ചെടിയിലെ ജലാംശം നഷ്ടപ്പെടും. അപ്പം നിങ്ങളുടെ ചെടി വെച്ചിട്ട് ഇല കൊഴിയാൻ തുടങ്ങിയപ്പോൾ റീപോർട്ട് ചെയ്തിട്ട് കേട്ടോ, മറ്റ് അസുഖങ്ങൾ കാരണമല്ല, റീപോർട്ട് ചെയ്തിട്ട് ഇല കൊഴിയുകയാണെങ്കിൽ വേഗത്തിൽ ഇല കൊഴിയാനുള്ള സംവിധാനം കൊടുക്കുക. അല്ലെങ്കിൽ ആ ഇലയുടെ ഇലഞ്ഞെട്ടി അവിടുന്ന് മുറിച്ചെടുക്കുക. ഇങ്ങനെ ഇത് തണലിലേക്ക് ഒരിക്കലും നീക്കി വെക്കരുത്. തന്നെ ചെടി ഇല കൊഴിച്ചോളും. 2-ാമത്തെ കാര്യം, ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ ഇല കൊഴിയുന്നുണ്ട്, ഞങ്ങൾ വെള്ളത്തിൻ്റെ കുറവാണെന്ന് കരുതിയത് നല്ലോണം വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കരുത്. ആ റീപോർട്ട് ചെയ്തന്ന് നന്നായിട്ട് സാഫൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നന കൊടുത്തതിന് ശേഷം പിന്നെ ഓവർ ഡ്രൈ ആവുകയാണെങ്കിൽ, മണ്ണ് ഓവർ ഡ്രൈ ആവുകയാണെങ്കിൽ മാത്രം വെള്ളം ഒന്ന് തെളിച്ചു കൊടുത്താൽ മതി. വെള്ളം കൂടുതൽ ഒഴിച്ചാൽ ചെടി ചീഞ്ഞു പോവുക ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ റീപോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. ഇല കൊഴിഞ്ഞു പോകാൻ ഉള്ളൊരു ഇത് കാണിക്കുകയാണ്. ഇല കൊഴിഞ്ഞു പോകും തോറും അതിൻ്റെ പിന്നെ വേറൊന്ന്, പൂവ് ചിലപ്പോൾ കൊഴിഞ്ഞു പോകില്ല കേട്ടോ, മൊട്ട്. കാരണം ഇത് വലിച്ചെടുത്ത വെള്ളം, ആഹാരം അതിലുണ്ട്. അത് വെച്ചിട്ട് ആ പൂ ഇരിയാനുള്ള കാണും. ചിലപ്പോൾ പൂവും കൊഴിയാം. എന്നാലും ചെടിക്ക് യാതൊരു കേടുമില്ല. അനാവശ്യമായിട്ട് വെള്ളം ഒഴിക്കരുത്. അപ്പം നിങ്ങളുടെ ചെടിക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചോളൂ. ഞങ്ങൾ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു തരാം. വെള്ളം കൂടുതൽ ഒഴിക്കരുത്. നല്ല വെയിലത്ത് വയ്ക്കും വേണം. അതായത് ഗുണകരമാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഇത് ഷെയർ ചെയ്യുക. അവരോട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഓക്കെ, താങ്ക് യു.